നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ ആയിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ അലീന കുളത്തോപ്പുഴ വീട്ടിലൊരു യുദ്ധം തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. അലീനയ്ക്ക് മനസ്സിലായി ഇവിടെ വലിയ ദൂർത്തും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ സെർവൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പപ്പാനെ ശരിക്കും ഒരു കൊള്ളയടിക്കുവാണ്. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ മുഴുവനും അവരിങ്ങനെ ഓരോ കാരണം പറഞ്ഞിങ്ങനെ വാങ്ങിച്ചെടുത്തോണ്ടിരിക്കുക. ഒരു കാര്യമില്ലാതെ വെറുതെ അനാവശ്യ ദൂർത്തും കാര്യങ്ങളൊക്കെ അലീനയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അലീന ഒടുവില് അവരെയൊക്കെ അടിച്ചൊതുക്കുന്നുണ്ട്. കാരണം അലീനയ്ക്കറിയാം തൻ്റെ പപ്പയുടെ പൈസയാണ്, അത് അനാവശ്യമായിട്ട് പോകാനായിട്ട് അലീന സമ്മതിക്കില്ലായിരുന്നു. ആവശ്യത്തിന് വേണം, പക്ഷെ അനാവശ്യത്തിന് അങ്ങനെ പൈസ കളയാൻ എത്ര വലിയ പൈസയുള്ളവനാണെങ്കിലും അത് കളയുന്നത് ശരിയല്ലല്ലോ. അതിൻ്റെ പേരിൽ സ്റ്റാൻലി അലീനയും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അലീനെ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അവധിക്കുട്ടിച്ചാൻ എപ്പോഴും അലീനയുടെ ഭാഗത്താണ്. കാരണം അവധിക്കുട്ടിച്ചാൻ അറിയാം നേരിൻ്റെ നെറിയുടെയും ഭാഗത്തോ അലീന നിൽക്കുവോളം എന്നുള്ള കാര്യം. പിന്നീട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അവധിക്കുട്ടിച്ചാൻ പുനലൂരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പം അലീനയെ വിളിച്ച് അപ്പം അലീന പറഞ്ഞു, ഞാൻ എന്താണല്ലോ ഇപ്പോഴില്ല വല്യപ്പച്ച, ഞാൻ പിന്നീട് ഒരിക്കൽ വന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ അവധിക്കുട്ടിച്ചാൻ പോയി. അവധിക്കുട്ടിച്ചായും പോയി. അന്ന് വൈകുന്നേരം അലീനയുടെ ഫോണിലേക്ക് മനുഷ്യങ്ങളുടെ കോള് വരുന്നുണ്ട്. അലീനയ്ക്ക് ഭയങ്കര സങ്കടമായി. മനു വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് വിശേഷങ്ങളൊക്കെ തിരക്കണ സമയത്ത് അലീനയോട് അവിടുത്തെ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അലീന പിന്നെ അവിടെ നടന്ന ഓരോ പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം പറയണേ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം മനു പറഞ്ഞു, നീ കൂടുതൽ അതിനകത്തൊന്നും ഇടപെടാൻ പോകണ്ട, അറിയാലോ നീ അവിടെ ചെന്ന് ശരിക്കും ഒന്ന് കാലുറപ്പിച്ച് വരുന്നുള്ളൂ. ഇനിയിപ്പം അവിടെ നിന്നെങ്ങാനും നിന്നെ ഇറക്കി വിട്ടാലോ? അങ്ങനെയൊന്നും ഓർത്ത് എനിക്കൊരു ഭയമില്ല മനുവേട്ടാ. ഇറക്കി വിടുവാണെ ഇറക്കി വിടട്ടെ. അതെ, തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അതെൻ്റെ സ്വന്തം അച്ഛനാണെങ്കിലും ശരി, പപ്പായാണെങ്കിലും ശരി, ഞാനിത് പറയും. അത് ആരുടെ മുന്നിൽ വെച്ച് പറയുന്നതിന് എനിക്ക് മടിയില്ല. മനുവിനറിയാം അതങ്ങനെയാണ്. അലീന സത്യത്തിൻ്റെ നേരിൻ്റെ നെറിയുടെ ഭാഗത്ത് നിൽക്കുള്ളെന്ന്. പിന്നീട് അവന് പറഞ്ഞു, അതെ എനിക്ക് നിന്നെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അല്ല ഈ പറയുന്ന കുളത്തൂപ്പുഴ വീട് എവിടെയായിട്ടാ എന്നൊക്കെ ചോദിക്കണം. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ. അലീന ചോദിച്ചു, എന്തിനാ? എനിക്കൊന്ന് കാണാൻ വരാനായിട്ടാ. എൻ്റെ പെണ്ണിനെ കാണാൻ വരാൻ എനിക്ക് പറ്റില്ല എന്ന് ചോദിച്ചു. ഒരു നിമിഷം അലീനയൊന്നും നിശബ്ദയെ. അലീനയൊന്നും മിണ്ടില്ല. എന്താ നീ ഒന്നും മിണ്ടാത്തേന്ന് ചോദിച്ചു. ഒന്നുമില്ല. അല്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും നിന്നെ എനിക്ക് കെട്ടിച്ചു തരുമോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കെട്ടിച്ചു തരണം? എന്താ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ? അപ്പോഴേക്കും അലീന പറഞ്ഞ, അത് പിന്നെ മനുവേട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ പപ്പ എന്ന് പറയുന്ന ആ പട്ടാളക്കാരനെങ്ങാനും ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ വിളിച്ചിറക്കിക്കൊണ്ട് പോകും, അറിയാലോ. അപ്പോഴേക്കും അലീന പറഞ്ഞു, മനുവേട്ട ഇങ്ങനൊന്നും പറയണ്ട, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. എനിക്കറിയാം മിക്കവാറും നിന്റെ പപ്പ കണ്ടെത്തുന്നത് ചെറുപ്പക്കാരനെ കല്യാണം കഴിക്കാനായിരിക്കും നിന്റെ തീരുമാനമില്ലേ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല മനുവേട്ട. മനുവേട്ടൻ അറിയാലോ എൻ്റെ സ്വഭാവം. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടനെ ആ പിന്നാലെ പോകുന്ന ആളാണോ ഞാൻ? അതാ എനിക്കൊരു വിശ്വാസം. അതെ, നീ പോലും പ്രതീക്ഷിക്കാത്തൊരു ദിവസം ഞാൻ അവിടേക്ക് വരും നിന്നെ കാണാനായിട്ട്, സർപ്രൈസ് ആയിട്ട്. മനുവേട്ട പറഞ്ഞിട്ട് വരണം. അതൊക്കെ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അല്ല എനിക്കൊരു സന്തോഷ സമാധാനമായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഒരു മുറ്റത്തേക്ക് ഒരു കാറ് വന്ന് ചീറിപ്പാൻ നിൽക്കുന്നത്. അതിനകത്തുനിന്ന് ഒരു സ്ത്രീയും ഒരു പെൺകുട്ടിയും കൂടെ ഇറങ്ങുവാണ്. ജീൻസും ടോപ്പും ഒക്കെ ധരിച്ചൊരു പെൺകുട്ടി അലീനെ ഒന്ന് നോക്കി. അങ്ങനെ അലീനയ്ക്ക് ആരെന്താണെന്നും മനസ്സിലായില്ല. ഏകദേശം തൻ്റെ ഷേപ്പൊക്കെ ആ പെൺകുട്ടിക്കുണ്ടെന്ന് തോന്നി. ഇനിയിപ്പോൾ പപ്പയുടെ മോളെങ്ങാനും ആണോ വന്നിരിക്കണമെന്നൊരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ അവരകത്തേക്ക് കയറി വരുമ്പോഴത്തേന് ആൻ്റപ്പൻ അവിടെ ഉണ്ട്. എന്തിയടാ നിന്റെ കേണൽ സാബ് ഇവിടെ ഇല്ലേ? മുറിയിലുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാലി ചോദിച്ചു, ഇതാര്? റീത്താമയോ? എന്ത് പറ്റി? അപ്പം എന്നെയൊക്കെ കണ്ടാൽ തിരിച്ചറിയാമല്ലേന്ന് ചോദിച്ചു. ആ പെൺകുട്ടിയാണെ വാതൊക്കെ മാത്രം നിന്നോളും, മുറിക്കകത്തേക്ക് പോലും കയറിയില്ല. അല്ല തിരിച്ചറിയാതിരിക്കാൻ മാത്രം എൻ്റെ കണ്ണിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പം സ്റ്റാലിലേക്ക് മറ്റുള്ളവരെ കാണാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. ഏതോ ഒരു പെണ്ണിനെ ഇവിടെ കൊണ്ട് കുടിയിരുത്തിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതിനെക്കുറിച്ചൊന്നും അറിയാൻ വേണ്ടിട്ടാ ഞാൻ ഇവിടേക്ക് വന്നേന്ന് പറഞ്ഞു. അത് ഏതോ ഒരുത്തിയൊന്നും അല്ല റീത്താമ്മേ, എൻ്റെ മകളാന്ന് പറഞ്ഞു. മകളോ? എനിക്കറിയാവുന്ന മക്കള് സ്റ്റാലിലേക്ക് 3 പേരേ ഉള്ളൂ. അതെൻ്റെ അനുജത്തി എൽസമ്മയുടെ മക്കൾ 3 പേര്, അല്ലാതെ വേറെ ഏതെവിടെയാ? പോകുന്ന വഴിക്കെല്ലാം മക്കളെ ഉണ്ടായിക്കൊണ്ട് നടക്കുവാണോ? അത് കേട്ടപ്പോൾ സ്റ്റാലിലേക്ക് ദേഷ്യം വന്നു. സ്റ്റാലി പറഞ്ഞു, റീത്തമ്മേ ഇങ്ങനെയുള്ള ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ അറിയത്തില്ലാത്തതുകൊണ്ടല്ല, പിന്നെ ഞാനിത് പറഞ്ഞാൽ കൂടി പോന്ന് പറഞ്ഞു. റീത്തമ്മ വേണേ വന്ന കാലം നിൽക്കാതെ ഇവിടെ ഇരിക്കാൻ നോക്കും. പിന്നെ പട്ടിയൊക്കെ കയറി ഇരിക്കുന്നിടത്ത് ഞാൻ കയറി ഇരുന്ന് നല്ലത് തന്നെ. അതെ, നിങ്ങളെക്കാളും അന്തസ്സും അഭിമാനവും ഉണ്ട് എൻ്റെ നായ്ക്കളൊക്കെ എന്ന് പറഞ്ഞു. റീത്താമ്മയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല.
ആ സമയത്ത് റീത്ത പിന്നിലേക്ക് നോക്കിയിട്ട് അവിടെ നിന്ന് പെൺകുട്ടികൾ പറഞ്ഞു, ടാനിയെ നിന്റെ പപ്പ പറഞ്ഞു കേട്ടോ, എവിടെയോ കിടന്ന് ഒരുത്തിയെ കൊണ്ടുവന്നതും പോരാ, എന്നിട്ട് എന്നെ ഭരിക്കാനായിട്ട് വരുന്നു, നിനക്കൊന്നും ചോദിക്കാനില്ലെന്ന് ചോദിച്ചു. അപ്പം അത് ടാനിയാണ്, സ്റ്റാൻലിയുടെ മകളാണത്. പക്ഷേ ടാനിയ ഒന്നും മിണ്ടാതെ ഇങ്ങനെ മോൻ തിരിച്ച് നിൽക്കുകയാണ്. അവൾക്കൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോഴേക്കും റീത്താൻ പറഞ്ഞു, അറിയാലോ പുളിക്കത്തറവാടുകാരെ, അങ്ങനെ വെറുതെ ഇരിക്കുക എന്നവരൊന്നുമല്ല, ഞങ്ങൾക്ക് 4 ആംഗ്ലമാരുണ്ട്, അവരെല്ലാവരും കൂടെ അറിഞ്ഞിട്ട് ഒരു വരവും ഇങ്ങോട്ടേക്ക് വരും. ഒരു കാര്യം ചെയ്യുക, റീത്താമ്മ അവരെ പോയി വിളിച്ചോണ്ട് പോവാ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം തീരുമാനിക്കാം. ഈ സ്റ്റാൻലിയോട് ഏറ്റുമുട്ടാൻ തൻ്റെ ഇടമുള്ള ആരാന്ന് വെച്ചാൽ വരട്ടെ, എന്നിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞു. കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ചവിട്ടിക്കുലുക്കി വാ മോളെന്ന് പറഞ്ഞ് ടാനിയയുടെ കയ്യും പിടിച്ചോണ്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേനും ആൻ്റപ്പം പറഞ്ഞു, അല്ല പോകുവാണോ, എന്തെങ്കിലും കഴിച്ചിട്ട്. കഴിക്കാനും കുടിക്കാനും ഒന്നും അല്ല വന്ന ആൻ്റപ്പ, ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു, അതൊന്ന് ചോദിക്കാൻ വേണ്ടി വന്ന. എന്തിയാ അവള്, ആ ഭൂലോകരമ്പ ഒരുമ്പട്ടവൾ ഇവിടെ ഉണ്ടോ, അവളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അലീനയുടെ മുറി കാണിച്ചു കൊടുത്ത ആൻ്റപ്പൻ വാതിൽ അടഞ്ഞു കിടക്കുമായിരുന്നു. റീത്താമ്മ അതും തള്ളി തുറന്ന് അകത്തേക്ക് കയറി. അലീന മുറിയിലുണ്ടായിരുന്നു. അലീന പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കി ആരാന്ന്. അപ്പോഴേക്കും റീത്താമ്മയും ടാനിയേയും കണ്ടു. അലീന ഒരു നിമിഷം ഒന്ന് നോക്കി. അലീനെ പെട്ടെന്ന് പുഞ്ചിരിച്ച് കാണിച്ചു. ഒരുപക്ഷെ ഇവിടുത്തെ ആരെല്ലാം ബന്ധുക്കാരായിരിക്കും ആ വന്നിരിക്കണമെന്ന് അലീനയ്ക്ക് മനസ്സിലായി. ആ പെൺകുട്ടിക്ക് തൻ്റെ രൂപസാദൃശ്യം ഉണ്ട് താനും. പെട്ടെന്ന് തന്നെ റീതാമ്മ ടാനിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, വാ മോളെ, നാണമില്ലാത്തോളൊക്കെ കയറിയിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, അവൾക്ക് ലെവലേശം നാണം ഉണ്ടോ എന്ന് ചോദിക്കേ. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോൾ അലീനയ്ക്ക്. അലീനെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആൻ്റപ്പനോട് ചോദിച്ചു, ആൻ്റപ്പ ചേട്ടത് ആരാ വന്നതെന്ന് ചോദിച്ചു. ഓ അതോ, അത് കേണൽ സാബിൻ്റെ ഭാര്യയുടെ ചേച്ചി, പിന്നെ കേണൽ സാബിൻ്റെ മോള് വന്നു പറഞ്ഞു. മോളോ, അതേന്ന് പറഞ്ഞു. ടാനിയാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീന ഓർത്തു, ഷോ അവളോട് ശരിക്കും സംസാരിക്കാൻ പോലും പറ്റിയില്ല. തൻ്റെ അനുജത്തിയാണ് വന്നത്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കുറ്റബോധം അലീനയുടെ മനസ്സിലുണ്ടായി. പക്ഷെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കേണ്ടതായിരുന്നു. പിന്നീട് റീത്താമ്മ വീട്ടിലേക്ക് എന്നിട്ട് തൻ്റെ ആങ്ങളമാരെയൊക്കെ വിളിച്ചു വരുത്തുവാണ്. 4 ആങ്ങളമാരുണ്ട്, എല്ലാത്തിനെയും വിളിച്ചു വരുത്തിയിട്ട് സംസാരിക്കണം. അവനാ പെണ്ണിനെ വെച്ചോണ്ടിരിക്കുക. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ദേ എൽസമ്മയ്ക്കും മക്കൾക്കും കിട്ടേണ്ടൊന്നും കിട്ടത്തില്ല. എല്ലാം അവളുടെ പേര് എഴുതി കൊടുക്കും. ഇനി ഒരു പക്ഷേ ഇനി എത്ര ഇങ്ങനെ മക്കൾ വരാനിരിക്കുന്ന ആര് കണ്ടു. പോയ വഴിക്കൊക്കെ ഇതുപോലെ കുറെ എണ്ണത്തിനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. നാണമില്ലാത്ത കൂട്ടങ്ങൾ. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല സ്റ്റീവ് ചായ. എത്രയും പെട്ടെന്ന് പോയി കാര്യങ്ങളൊക്കെ ചോദിക്കണം. അത് കേട്ടതും വേറൊരു സഹോദരൻ അവസാനിപ്പച്ചൻ പറഞ്ഞു, അതൊക്കെ നമുക്ക് ചോദിക്കാം, നമ്മൾ വെറുതെ പോയി ചോദിച്ചിട്ട് കാര്യമില്ല. അവിടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാൻലിയുടെ കാര്യം അറിയാലോ, നായ്ക്കളല്ലേ അവിടെ. അതുങ്ങളെങ്ങാനും കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യരോട് പറഞ്ഞു നിർത്താം, പക്ഷെ നായ്ക്കളോട് പറഞ്ഞിട്ട് കാര്യമില്ലോ. നിങ്ങൾക്ക് മടിയാണോ വേണ്ട, എൻ്റെ അനുജത്തിക്ക് വേണ്ടി എന്ത് വെള്ളം ഞാൻ ചെയ്യും. ഈ പറയുന്ന ഏത് സമയമാണെങ്കിലോ സ്റ്റാൻലിയുടെ ഭാര്യ, അവരുടെ ഭാര്യയുടെ ആങ്ങളമാരും ചേച്ചിയൊക്കെ പറയുന്നത് മാത്രം അനുസരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സ്റ്റാൻലിയുടെ കൂടെ നിൽക്കാത്ത പോലും. റീത്താമ്മ പറയുന്നതാണ് വേദവാക്യം. ഈ പറയുന്ന എൽസമ്മയാണല്ലോ എപ്പോഴും പള്ളിയിൽ പോക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്. അവരെയൊക്കെ വേറെ കാര്യങ്ങളൊന്നും ഒരു ശ്രദ്ധയും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്നൊരു തീരുമാനം എടുത്തു. അവിടേക്ക് പോകണം, സ്റ്റാലിയെ കാണണം, കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ആ പെണ്ണ് ആരാണെങ്കിലും എന്താണെങ്കിലും ഇറക്കി വിടണം. സ്വത്തുക്കൾ പിടിച്ചു വാങ്ങാൻ വന്നിരിക്കുന്നതാണെങ്കിലും 1 രൂപ പോലും കൊടുക്കാൻ പാടില്ല അവൾക്ക്. തൻ്റെ അനുജത്തിയുടെ മക്കൾ അനുഭവിക്കേണ്ട സ്വത്തുക്കൾ വേറെടുത്ത് കൊണ്ട് അനുഭവിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നായിരുന്നു റീത്തമ്മയുടെ ഭാഷ്യം. നിങ്ങൾക്ക് ആർക്കെങ്കിലും മടിയുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് മടിയോ, ഞങ്ങൾക്ക് ഒരു മടിയില്ലെന്ന്. അപ്പോഴേക്കും അവസാനിപ്പച്ചൻ പറഞ്ഞു, അവിടെ ചെന്നിട്ട് അവനോട് 4 വർത്താനം പറയണമെന്ന് കരുതിയിരുന്നിട്ട് കുറേ കാലമായി. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അവൻ ആരാന്ന് അവൻ്റെ വിചാരം. പക്ഷേ സ്റ്റാലിക്ക് ഇതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. സ്റ്റാലിക്ക് അറിയാം എൽസമ്മയുടെ ആങ്ങളമാരും പുളിക്കത്തറവാട്ടുകാരും ഇനിയിപ്പം നാട്ടുകാരും മുഴുവൻ വന്നാലും തന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന്. തൻ്റെ മകളാണ് അലീന, അത് താൻ അംഗീകരിച്ച കാര്യമാണ്. അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ എത്ര വലിയ കേസ് വന്നാലും ആകാശം ഇടിഞ്ഞു വീണാലും അതിനൊരു മാറ്റം വരാൻ പോകുന്നില്ലെന്നറിയാം. പിന്നീട് ഒതുക്കുടിച്ചായൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം അലീന ഈ കാര്യം പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഒതുക്കുടിച്ചായൻ പറഞ്ഞു, എൻ്റെ മോളെ, ഈ പറയുന്ന പുളിക്കത്തറവാരൻ്റെ ചില്ലറക്കാരൊന്നും അല്ല. ലാലിച്ചനെ പേടിച്ചിട്ട് അവരിങ്ങോട്ടേക്ക് വരാത്തെ. ലാലിച്ചൻ്റെ സ്വഭാവം അറിയാലോ, പെട്ടെന്ന് മുരണ്ടെന്നുള്ളതാണ്. പക്ഷെ അവന്മാർ അടങ്ങിയിരിക്കും തോന്നില്ല. അവന്മാരെന്താണെങ്കിലും ഇങ്ങോട്ടേക്ക് വരും, പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അലീന പറഞ്ഞു, എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം എൻ്റെ വല്യപ്പച്ച, ഞാൻ ഈ വീട് വിട്ട് പോട്ടേന്ന് ചോദിച്ചു. എങ്ങോട്ട്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതെ, ലാലിച്ചൻ്റെ അടുത്തൊന്നും മുട്ട് പറിച്ച് വയ്ക്കാൻ അവന്മാർക്ക് പറ്റത്തുള്ളൂ. അവന്മാർക്കേ അല്ലാതെ നേർന്ന് പൊരുതാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ലാലിച്ചിനെ കുറിച്ച് ശരിക്കും മോൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. അവൻ്റെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ. അവൻ്റെ വേറൊരു മുഖം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു.
അത് കേട്ടപ്പം അലീനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. താൻ കാരണം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. പിന്നീട് എന്താണെങ്കിലും പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ അലീനയെ കാണാനായിട്ട് മണിശങ്കർ കുളത്തൂപ്പുഴയ്ക്ക് വരുന്നുണ്ട്. അങ്ങനെ അലീനയെ ഒന്ന് വന്ന് കാണുന്ന കുറച്ച് ദിവസങ്ങളായിരുന്നു അവൻ്റെ മനസ്സിലെ ആഗ്രഹം. അലീനയ്ക്ക് അവിടെ സുഖമാണോ എങ്ങനെയെന്താണെന്നും അറിയത്തില്ലോ, അതിനു വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കഥകളൊക്കെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.